അയ്യപ്പ എന്തോ പൊളിച്ചൂടെ പോണ്, പൊളിച്ചു. താങ്ക് യു സാർ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അയ്യപ്പൻ ഈ പാട്ട് അയ്യപ്പൻ്റെ ഒരു പാട്ടായിട്ട് അങ്ങോട്ട് പാടി. അയ്യപ്പൻ്റെ ശബ്ദത്തിൽ ഒരു ഇമിറ്റേഷനും വേണ്ടി പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ എക്സ്പ്രഷൻസും അതിൽ അയ്യപ്പന് തോന്നുന്ന എക്സ്പ്രഷൻസ്, മറ്റൊരാൾക്ക് തോന്നിയ എക്സ്പ്രഷൻ അല്ല, അയ്യപ്പന് തോന്നുന്ന എക്സ്പ്രഷൻസ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടി. താങ്ക് യു സാർ. പിന്നെ എല്ലാ സംഗതികളും മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. എൻ്റെ ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേകത, പിന്നെ കുറച്ച് ലോ ഒക്കെ, കുറച്ചൊരു കാറ്റ് വരുന്നുണ്ട്. അതിപ്പോൾ ഈ വളരുന്ന ഏജിൻ്റെയും ഇതിൻ്റെയൊക്കെ കാര്യങ്ങളാണ്. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ശബ്ദം ഉണ്ടാവണമെന്നില്ല. നമ്മുടെ ശബ്ദം കൊണ്ട് എത്ര മനോഹരമാക്കാൻ പറ്റി, അതാണ് അയ്യപ്പൻ ഇവിടെ ചെയ്തത്. പിന്നെ എന്താണ് ആ ഒരു ചരണമൊക്കെ തുടങ്ങുമ്പോഴേ ഒഴുകുമി എന്ന് പറഞ്ഞിടത്ത് മാത്രം ഒരു ചെറിയ ഡൗട്ട് എപ്പോഴും വരുന്നുണ്ടല്ലോ അല്ലേ. എന്ന് വരുന്ന സ്ഥലത്തെ നീത ആ പോർഷനല്ലേ, അവിടെ ശ്രുതിയൊന്നും പോയിട്ടില്ല കേട്ടോ. ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് പാടുന്ന പോലെ എനിക്ക് തോന്നി, അത്രേ ഉള്ളൂ. പിന്നെ ആ ഗാന ഗന്ധർവൻ ആക്കുന്ന പറഞ്ഞ ആ ഗാന അവിടെ ഒരു ബ്രീത്തിന്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. പിന്നെ ഒരു സ്ഥലം, അതായത് എന്താണ്, മായാമുരളി ആക്കൂ എന്നെ എന്ന് പറയുന്നവർക്ക് എന്തൊരു എന്നെയായിരുന്നു അത്. എന്നെ എന്ന് പറയുന്നതിന്റെ ഒരു ഭാവം വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലവ്ഡ് ഇറ്റ്. ഓക്കെ, എല്ലാം കൊണ്ടും വളരെ നന്നായിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. അഞ്ജലി അയ്യപ്പാ എന്തോ അസലായി. താങ്ക് യു ചേച്ചി. ഞാൻ ഇത് തീരെ പ്രതീക്ഷിച്ചില്ല. അടുത്ത ഏത് പാട്ട് പാടിയാലും ഞാൻ ഇവിടെ ഉരുണ്ട് ഉരുണ്ടോണ്ട് പാടണം. ഇനി ഇത് കഴിഞ്ഞിട്ട് അതിന്റെ മുന്നേ ഒന്ന് പറഞ്ഞോട്ടെ, ജഗൻ നിന്റെ ഗേൾഫ്രണ്ടിനെ നീ സൂക്ഷിച്ചോ. ഇവനെങ്ങാനും ആ ഭാഗത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കൊച്ചു എന്റെ കൂടെ അങ്ങ് പോവും. അത്രയ്ക്കാണ് പ്രേമം നിറഞ്ഞൊരു പാട്ട് പാടിയിരിക്കുന്നത്. എന്ത് ഫീലായിരുന്നു, അസലായിരുന്നു. താങ്ക് യു ചേച്ചി. അതിലൊരു ഇംപ്രൊവൈസേഷൻ ചെയ്തില്ലേ, എന്നെ നിന്മാറിയിലെ നന്നായിരുന്നു. ഇതുപോലെ പാട്ടിനെ എഫക്റ്റ് ചെയ്യാത്ത വിധത്തിലുള്ള ഇംപ്രൊവൈസേഷൻസ് കൊണ്ടുവരുമ്പോൾ കേൾക്കാനും നല്ല സുഖം. നല്ല കാര്യം ചെയ്തു അയ്യപ്പൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നാമത് പാട്ട്, നല്ല പാട്ട് സെലക്ട് ചെയ്തു, അതിനെ പാട്ട് ഭംഗിയായിട്ട് പഠിച്ച് പാടി, അതിന്റെ കൂടെ ഇങ്ങനെ ഒരു ഇംപ്രൊവൈസേഷനും കൂടി ഇടുമ്പോഴത്തേക്ക് അയ്യപ്പനിൽ നിന്നും ഒരു കോൺഫിഡൻസ് ആണ് കാണുന്നത്. ഫ്ലവേഴ്സ് പോലെ പാടി, പുഷ്പം പോലെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. അയ്യപ്പ പറ, വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് അയ്യപ്പ? നമുക്കൊരു പ്രോമിസ് എന്നിട്ട് പോയത് അത് ചെയ്യണ്ടേ? അത് ഇവിടെ ഞങ്ങൾക്ക് മാത്രമല്ല, പ്രേക്ഷകർക്ക് ഇവർക്കൊക്കെ കൊടുത്ത ഒരു ചേട്ടാ, അത് ഈ പാട്ട് ഞാൻ ഉരുണ്ട് കഴിഞ്ഞാൽ ആ ഫീല് പോകില്ലേ? ഞങ്ങളാണോ പറഞ്ഞത്? ഞാൻ ഏത് പാട്ട് ഉരുണ്ടോണ്ട് പാടുന്ന. ഇനി അതല്ല, വേറെ പാട്ട് വേണമെങ്കിൽ നമുക്ക് ആളുണ്ട്, വേറെ പാട്ട് ഇട്ട് തരും. അയ്യപ്പന്റെ രീതിയിൽ ഒന്ന് തുള്ളി പാടിയാലും മതി. ഈ പാട്ടാ, ഓരോ പാട്ടിന് അതിൻ്റെതായിട്ടുള്ള തുള്ളലുണ്ട്. ഈ പാട്ടിന് വേണ്ടുന്നത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു അഭിനയം, അതെ, ഒരു പ്രണയിനി കൂടെ ഉണ്ട് എന്നുള്ള രീതിയില്. ഒരു പ്രണയിനി ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. അതോ പ്രണയിനി പ്രണയനല്ല, എനിക്ക് അതിന്റെ ചാട്ടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് മനസ്സിലായി. ഒരു പ്രണയിനി വോളണ്ടിയർ ചെയ്യുന്ന ആരാ? വോളണ്ടിയർ ഒരു പ്രണയിനി ആരാണ് സ്വയം ഒന്ന് ഒരു പ്രണയിനിയായിട്ട് വരുന്നത്? ആർക്കാണ് എന്നെ വേണ്ടത്? അങ്ങനെ പറഞ്ഞ ആരും വരില്ലടാ. ആരാണ് തൽക്കാലം ഇവരൊന്ന് രക്ഷിക്കുന്നത്? അങ്ങനെ പറഞ്ഞാൽ നാണം കെടുത്തല്ലേ ഇതൊക്കെ. സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ഒരു സ്ഥലം കാണാൻ വന്നേക്കുവാണ്. ഓക്കെ, റെഡി, മ്യൂസിക്, ആക്ഷൻ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിയിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിയിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. ഹലോ, എവിടെ പോകുന്നു? തോളെ കൈയിട്ട് സ്ഥലം കാണിക്കാനേ പറഞ്ഞുള്ളൂ. വളരെ താങ്ക്സ് കേട്ടോ. പക്ഷെ നന്നായി ചെയ്തോ. അയ്യപ്പന്റെ നല്ല കഴിഞ്ഞു. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് നമുക്ക് ആവശ്യം. പിന്നെ തീർച്ചയായിട്ടും അയ്യപ്പന്റെ ലൈഫിൽ ഒരു ഇൻസിഡന്റിനെ പറ്റി ഞാൻ അറിഞ്ഞു. അത് സെബാസ്റ്റ്യൻ സാറിനോടും
മഞ്ജുലയോട് നമ്മുടെ പ്രേക്ഷകരോടും ഷെയർ ചെയ്യാവോ? ആ കുഞ്ഞിലെ സംസാരിക്കുന്നതിന് എന്തോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ? ആ ജനിച്ച് ഒരു 6 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ത്രോട്ട് സ്കിന്നിന് ഭയങ്കര കട്ടിക്കുറവാ. അപ്പം കരഞ്ഞപ്പോഴത്തേക്കും ത്രോട്ട് സ്കിൻ അങ്ങ് ഒട്ടിപ്പോയി. പെട്ടെന്ന് മീൻസ് മരിച്ച പോലെ ആയിപ്പോയി. അപ്പം അന്ന് അത്രയും ടെക്നോളജീസ് ഇല്ലായിരുന്നു. നല്ല രാത്രി ഒരു സമയത്ത് പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് നമുക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ മറ്റേ ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്തിട്ടും എനിക്ക് അനക്കമില്ല, പൾസില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇത് കുട്ടിയെ കിട്ടുമോയെന്ന് ഉറപ്പില്ല, നിങ്ങൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെന്തോ ഇങ്ങനെ വീണ്ടും അവരിങ്ങനെ ഫസ്റ്റ് എയ്ഡ് ചെയ്ത സമയത്ത് എൻ്റെ തല ഇങ്ങനെ അങ്ങോട്ട് ചരിച്ചപ്പോഴത്തേക്കും മീൻസ് എനിക്കിങ്ങനെ അനക്കൊക്കെ ഉണ്ടായി തുടങ്ങി. പിന്നെ തല ഒരു സൈഡ് അങ്ങനെ ഒരു സൈഡിലേക്ക് വെക്കുന്ന സമയത്ത് ഇതിങ്ങനെ കുറച്ചിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വരും, ത്രോട്ട് സ്കിന്ന് ഒട്ടിപ്പോകുന്നത്. അങ്ങനെ പിന്നെ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് കുട്ടി ചിലപ്പം സംസാരിക്കാത്ത കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും ലേറ്റൻസിയോ എന്തെങ്കിലും ഒരു കുറവുള്ള കുട്ടിയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സംസാരിച്ച് മീൻസ് ഞാൻ കുറച്ച് ലേറ്റായി സംസാരിക്കാനൊക്കെ. പാടുമെന്നെപ്പോഴും അറിയില്ലായിരുന്നു. പിന്നെ കുറച്ചുകൂടെയാണ് പാടാനൊക്കെ തുടങ്ങിയത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. പിന്നെ വീട്ടുകാർക്കൊരു വാശിയായി എന്നെ കൊണ്ട് പാടിക്കണം. പക്ഷെ പിന്നെ എനിക്ക് ചെക്കപ്പിനൊക്കെ ഡോക്ടർ പറയുമ്പോൾ ചില സമയത്ത് പറയും നീ പാടരുത്, പാട്ട് ശരിയാവില്ല. മീൻസ് ഞാൻ പെട്ടെന്ന് പാനിക് ആയി കഴിഞ്ഞാൽ ഞാൻ ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോഴും ആ ഒരു പ്രശ്നമുണ്ടോ? ഇപ്പം പ്രശ്നം എനിക്ക് അത്രയ്ക്കില്ല. മീൻസ് ഞാൻ വളരുന്നതിനനുസരിച്ച് അത് മാറുന്നതാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദൈവം അങ്ങനെ തൊട്ടൊരാളാണ്. ഒത്തിരി 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 സന്തോഷം. ഇനി ഒരുപാട് പാട്ടുകൾ ഈ വേദിയിലും പുറത്തും ഒക്കെ അയ്യപ്പന്റെ അടുത്തൊന്ന് കേൾക്കാൻ ജനങ്ങൾക്ക് സാധിക്കട്ടെ. ഒരുപാട് പാട്ടുകൾ പാടാൻ പറ്റട്ടെ. ഓക്കെ, പാട്ട്, ഡാൻസ് എല്ലാത്തിലും ഏറി അങ്ങ് മെഴുകിയേക്കണം. പിന്നല്ല. ഓക്കെ, ഇപ്പം അയ്യപ്പനെ നമ്മൾ കാണുമ്പോഴും ഈ വർത്താനം പറയുമ്പോൾ ഈ തമാശയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു കഥ അയ്യപ്പന്റെ ബാക്ക് സ്റ്റോറി ആയിട്ട് ഉണ്ടെന്നുള്ളത് നമ്മൾ ആരും അറിയുന്നില്ല. തീർച്ചയായിട്ടും ശരിക്കും ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു ഈ ഒരു അവസരത്തില്. കാരണം ഇങ്ങനെ മുന്നോട്ട് വരാൻ സാധിച്ചത്, സംഗീതത്തിലൂടെ വരാൻ സാധിച്ചത് ദൈവാനുഗ്രഹം തന്നെയാണ്. തീർച്ചയായിട്ടും അച്ഛനെയും അമ്മേനെയും ഇനിയും ഒരുപാട് പ്രൗഡാക്കും. താങ്ക് യു മഞ്ജരി. ഓക്കെ, അപ്പോ മാർക്കില്ല. അടുത്ത പ്രാവശ്യം ഇതിലും കിടലൊരു പാട്ട് ഉരുളിച്ച മറക്കണ്ട, അത് പെൻഡിങ് എപ്പോഴും. ഒരു നല്ല പാട്ടിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഓക്കെ, ബൈ. ടേക്ക് കെയർ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.